നിർമ്മാണ കമ്പനിയുടെ കനിവിൽ നിർധന കുടുംബത്തിന് തലചായ്ക്കാനൊരിടമായി. ആലഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീമ ബിൽഡിംഗ്സിന്റെ 30ാമത് വാർഷികത്തോടനുബന്ധിച്ച് രാജൻ പിള്ള, ഉഷാകുമാരി ദമ്പതികൾക്കാണ് വീട് വെച്ച് നൽകിയത്. ഞങ്ങൾക്ക് 5-6 കൊല്ലം കൊണ്ട് വീടില്ല. ഒരു ചെറുതുണ്ടായിരുന്നത് അത് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് മക്കളെ പഠിത്തവും ഇതും എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല. നമുക്കെന്നും ഒരു വീടാണല്ലോ സ്വപ്നം. അങ്ങനെ അണ്ണൻ വിളിച്ചിട്ട് നമ്മളോട് സംസാരിച്ച് നമുക്കിതുപോലെ ഒരു വീട് വെച്ച് തരാനുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ച് അങ്ങനെ അണ്ണൻ തന്നെ വന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എടുക്കുകയെല്ലാം ചെയ്തു. പിന്നെ ദൈവമായിട്ടാണ് അണ്ണനെ എന്നും നമ്മുടെ ഒരു ദൈവമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ ഒരു ഇതാണ് അണ്ണൻ. പിന്നെ എന്നും ആ അണ്ണനോടും ആ കുടുംബത്തിലുള്ള സർവമാന പേരോടും അവരുടെ മക്കളോടും എല്ലാം നമ്മൾക്ക് എന്നും നന്ദി കടപ്പെട്ടിരിക്കുന്നു. താക്കോൽ കൈമാറ്റവും വാർഷിക ആഘോഷ പരിപാടികളും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു. സന്തോഷത്തിന്റെയും മുഹൂർത്തത്തിലാണ് ശ്രീ ഓമനക്കുട്ടൻ 30 വർഷം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയി. ഈ 30 വർഷം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക്, ഭവനമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൽക്കർമ്മം കൂടിയാണ് ഇതിലൂടെ നടക്കുന്നത്. സുബാൽ പറഞ്ഞതുപോലെ എത്ര വീട് വെച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് തന്നെ കണക്കുണ്ടാവില്ല. 30 വർഷം കൊണ്ട് ഈ കൺസ്ട്രക്ഷൻ രംഗത്ത് ഒരാൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റിയും വിശ്വസ്തതയും പുലർത്തിയത് കൊണ്ട് മാത്രമായിരിക്കാം 30 വർഷം കഴിഞ്ഞത്. സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. അതൊക്കെ ഒരുപക്ഷെ 30-40 വർഷം കിട്ടും. ഒരു വലിയ കൺസ്ട്രക്ഷൻ ഒരു സാധാരണക്കാരുടെ ഇടയിൽ വന്ന് നമ്മുടെ ഈ ഒരു മേഖലയിൽ ഇവിടെ മാത്രം നിന്നുകൊണ്ട് സാധാരണക്കാർ വയ്ക്കുന്ന വീടുകൾ നിർമ്മിച്ചു നൽകുക. ഡാം പണിയുന്ന പോലെയല്ലല്ലോ, ഒരു വലിയ ഡാം പണിയുന്ന കമ്പനി പോലെയല്ല. സാധാരണക്കാർക്ക് ഇങ്ങനെ നല്ല നല്ല വീടുകൾ വെച്ചു കൊടുക്കുകയും അവരുടെ വിശ്വസ്തത ആർജിക്കുകയും അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ ശ്രീ ഓമനക്കുട്ടനെ സമീപിച്ച് വീണ്ടും പുതിയ പുതിയ മന്ദിരങ്ങൾ നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നത് ഒരാളുടെ, ഒരു കമ്പനിയുടെയും ഒരു വ്യക്തിയുടെയും ക്രെഡിബിലിറ്റിയാണ്. ഞങ്ങൾ തമ്മിൽ അടുക്കുന്നതും അങ്ങനെയാണ്. എനിക്ക് നേരത്തെ തന്നെ അറിയാം, ഭീമ കൺസ്ട്രക്ഷൻ ഓമനക്കുട്ടൻ എന്നൊക്കെ അറിയാമെങ്കിൽ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നു. ഞാൻ കുളത്തൂപ്പുഴയിലുള്ള മാർത്താണ്ഡകരയുള്ള എൻ്റെ സ്കൂള് ഒരു മന്ദിരം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് സർക്കാരിൽ നിന്നൊരു പദ്ധതിയിൽ പണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. പകുതി പൈസ ഞാൻ കൊടുക്കാം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചലഞ്ച് പദ്ധതി ഉണ്ട്. അത് നടന്നില്ല. അപ്പൊ അവിടെയുള്ള കെട്ടിടത്തെ ഒന്ന് മനോഹരമാക്കാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് കൂടിയ രഞ്ജിത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അങ്ങനെ രഞ്ജിത്ത് വന്നു, കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഈ അപകടത്തിന് ശേഷം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴേ ഞങ്ങൾ കാണുമ്പോൾ ഇത് നല്ല നിലയിൽ തീർക്കുമെന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞത് 6 മാസം ക്ലാസ് മുറികളെല്ലാം വളരെ ബുദ്ധിമുട്ടി അവിടുത്തെ പഞ്ചായത്തൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ ചെറിയ മുറികളിലേക്കൊക്കെ മാറ്റി ഒരു കുട്ടികളെല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തുകയാണ്. അപ്പൊ 6 മാസം കൊണ്ട് പണി തീർത്ത് തരാം എന്ന് എന്നോട് പറഞ്ഞു. 6 അല്ലെങ്കിൽ 7 മാസം കൊണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 3 മാസം കൊണ്ട് ഈ പണി തീർക്കുക എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു നല്ല സ്നേഹബന്ധം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നായർ സർവീസ് സൊസൈറ്റി പത്മനാഭപുരം NSS യൂണിയൻ നിർമ്മിക്കുന്ന പത്മ കഫേ വലിയൊരു പദ്ധതിയാണ്. കുറച്ചധികം പണം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നിർമ്മാണം വന്നപ്പോൾ മറ്റൊരാളെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. ശ്രീ ഓമനക്കുട്ടനെ തന്നെ വിളിച്ചു എന്നതാണ് എനിക്ക് വളരെ, കാരണം എനിക്കതിനകത്ത് വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ വർക്കിന്റെ കാര്യത്തിൽ ഒരു കാലതാമസമോ വരികയില്ല എന്ന് എൻ്റെ അടുത്ത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ആലഞ്ചേരി തൊണ്ടേറയിൽ നടന്ന പരിപാടിക്ക്
PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP മുഖ്യാതിഥിയായി സംബന്ധിച്ചു. മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി K രാജു ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു SR, മഞ്ജുലേഖ, ഫാദർ ബോവസ് മാത്യു, NSS അഗസ്ത്യക്കോട് കരയോഗം പ്രസിഡന്റ് ഗോപിനാഥപിള്ള, ആലഞ്ചേരി SNDP ശാഖാ അംഗം രാകേഷ് എന്നിവർ സംസാരിച്ചു. ഭീമ ബിൽഡിംഗ് കുടുംബാംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രദേശവാസികൾ, തൊഴിലാളികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കമ്പനി പാർട്ണർമാരായ PB വേണുഗോപാൽ സ്വാഗതവും B ബിജുകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ആലഞ്ചേരി.